ഹലോ ഗായ്സ്, എല്ലാവർക്കും ഹോക്കറാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഞാൻ വന്നിരിക്കുന്ന നമ്മുടെ ഷോറൂമിൻ്റെ വീഡിയോസ് ആയിട്ട് തന്നെയാണ്. നിങ്ങൾക്ക് ബാക്കിൽ നോക്കി കാണാം, എക്കോ സ്പോർട്ട് ഉണ്ട്, അതേപോലെ ഇന്നോവ ക്രിസ്റ്റ, റെനോൾട്ടിൻ്റെ ക്യാപ്ചർ, അതേപോലെ ടൊയോട്ട ഫോർച്യൂണർ, പിന്നെ ഡിസയർ, ഈ വണ്ടികളെല്ലാം തന്നെ ഉണ്ട്. നമുക്ക് സെയിലായി പോയത് ഇന്നോവ ക്രിസ്റ്റയും അതേപോലെ ഹോണ്ട സിറ്റിയുമാണ്. ഇനി എന്താ പറയുക, ഞാൻ ഇത് പ്രീവിയസ് വീഡിയോസ് എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ ഞാൻ അധികം ലെങ്തി ആയിട്ട് അങ്ങനെ പറഞ്ഞു പോകുന്നില്ല. കഴിഞ്ഞ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ, അതായത് തൊട്ട് മുന്നത്തെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഷോറൂമിൽ ഏതാണ് കാറ്റഗറീസ് ഉണ്ടായിരുന്നതെന്ന്. ഇതിപ്പോൾ നിലവിലുള്ള സ്റ്റോക്സ് ആണ് ഞാനിപ്പോൾ കാണിച്ചേക്കുന്നത്. ഞാൻ ക്യാമറ ഒന്ന് റിവേർട്ട് ചെയ്യാം. ഇന്നോവ വരുന്നത്, ഞാൻ മോഡൽ മാത്രം പറഞ്ഞു പോകാം. 2012 മോഡൽ, 1.5 ലക്ഷം കിലോമീറ്റർ. ക്യാപ്ചർ വരുന്നത് 2018 മോഡൽ, 64,000 71,000 ആ റേഞ്ചിലാണ് ഓടിയേക്കുന്നത്. ഫോർഡ് എക്കോ സ്പോർട്ട് വന്നേക്കുന്നത് 64,000 കിലോമീറ്റർ ഓടിയേക്കുന്നത്. കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ തീർക്കാനായിട്ടുള്ള പരിപാടി കൂടി ഉണ്ട്. 63,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ്. പിന്നെ വന്നത് ഡിസയർ 2018 വിത്ത് CNG ആണ്. 6.5 പ്രൈസ്. പിന്നെ അമേസ് ഇന്ന് കാണാനൊരു ടീം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് നോക്കണം. അമേസ് ഇന്നലെ നമുക്ക് വേറൊന്നും കൂടി വന്നാൽ അത് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് കാണിക്കാം. പിന്നെ ഗ്ലാൻസ 2023 മോഡലാണ്. ഇത്തിരി പ്രൈസിങ് ഉണ്ട് അത്യാവശ്യം. പിന്നെ വാഗണർ, ഇതും 2024 മേക്ക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക്കാണ്, ഫുള്ളി ഓട്ടോമാറ്റിക് ടോപ്പ് വേരിയൻറ്റ് മോഡലാണ്. 9,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. പിന്നെ നമ്മുടെ ഇന്നോവ ക്രിസ്റ്റ 2016 മോഡൽ, 170 ഓടിയേക്കാണ്. ആസ്കിംഗ് പ്രൈസ് 15 വരുന്നത്. ഇനി നമുക്ക് താഴത്തെ സെക്ഷനിലോട്ട് ചെല്ലാം. ഇപ്പോൾ ഇവിടെ ഒരു പോളോ GT കിടക്കുന്നുണ്ട്. അത് നമ്മുടെ ഓണറുടെയാണ്. അതുകൂടാതെ സ്വിഫ്റ്റിന് 485 പ്രൈസ് വന്നേക്കുന്നത്. പിന്നെ വന്നേക്കണതാണ് ഹോണ്ട അമേസ്. ഇത് നിലവിൽ 2013 മോഡലാണെന്നാണ് പറഞ്ഞത്. ഡീറ്റെയിൽസ് കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. ഏതോ 390 ആ റേഞ്ചാണ് പ്രൈസ് വരുന്നത്. ഹോണ്ട അമേസ് ആണ്. ആ ഒരു പ്രൈസിങ്ങിലാണ് വരിക. കിലോമീറ്ററും നിയർലി 1 lakh താഴെ ഉള്ളൂ. പിന്നെ ഫോർഡ് ഫിഗോ 150 പ്രൈസ് വരുന്നത്, ടെസ്റ്റ് കഴിഞ്ഞേക്കുന്ന വണ്ടി. പിന്നെ ഇതൊരു ക്രിസ്റ്റ റീവണ്ടിയാണ്. 1290 ചോദിച്ചേക്കണം. ആസ്കിങ് 2017 മോഡൽ, 170 ഓടിയേക്കണം. ഈ വണ്ടി, ഈ ഇന്നോവ, ഇത് 2013 വണ്ടിയാണ്. സിംഗിൾ ഓൺഡ് വണ്ടിയാണ്. 1.25 ലക്ഷം കിലോമീറ്റർ ഓടിയേക്കുന്നത്. പിന്നെ ക്രെറ്റ വന്നിരിക്കുന്നത് 2017 മോഡലാണ്. തേർഡ് ഓണർഷിപ്പ്, 64,000 കിലോമീറ്റർ ഓടിയേക്കണം. നല്ല കംഫർട്ട് റൈഡിങ് ആണ്. ഫോർച്യൂണർ അതേപോലെ തന്നെ ഇന്നോവ കഴിഞ്ഞാൽ പിന്നെയും കുറച്ചും കൂടി റൈഡിങ് കംഫർട്ട് കസ്റ്റമർ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ക്രെറ്റയ്ക്കാണ്. അതേപോലെ വേറൊരു വണ്ടിയും കൂടെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഓർമ്മയിലേക്ക് ഇപ്പോൾ വരുന്നില്ല. പിന്നെ നമുക്ക് ഇയോൺ ഉണ്ട്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു 235 പ്രൈസിങ് പറയുന്നത്. പ്രൈസിങ് നമുക്ക് നെഗോഷ്യബിൾ ആണ്. വന്ന് നിങ്ങൾ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ഒന്ന് നമുക്ക് വില ഭാഗത്തേക്ക് കിടക്കാം. പിന്നെ വന്നതാണ് ഈ XUV. കുറച്ച് വീഡിയോസിലായിട്ട് ഇങ്ങനെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതിനാവശ്യക്കാർ വരും. കാരണം 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി നല്ല കണ്ടീഷൻ വണ്ടിയാണ്. 6,60,000 പ്രൈസ് വരുന്നത്. പിന്നെ നിസാൻ്റെ ഈ സണ്ണി ഓട്ടോമാറ്റിക്കാണ്, പെട്രോൾ ഓട്ടോമാറ്റിക്കാണ്. പ്രൈസ് വരുന്നത് 5. അതേപോലെ തന്നെ മോഡൽ വരുന്നത് നിയർലി 2017 മോഡൽ. പിന്നെ സെലേറിയോ ഓട്ടോമാറ്റിക് ഇഷ്ടപ്പെടുന്നവർ, ഇപ്പോൾ ലേഡീസൊക്കെ ആണെങ്കിൽ തന്നെ അവർ കൂടുതൽ ഓട്ടോമാറ്റിക്കാണ് പ്രിഫർ ചെയ്യാറ്. അപ്പോൾ ഓട്ടോമാറ്റിക് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ വണ്ടിയാണ്. സിംഗിൾ ഓൺഡാണ്. അതേപോലെ 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതാണ് ഈ ഒരു പ്രൈസിങ്ങിൽ വരുന്നത്. പിന്നെ ഈ ഇയോണിന് 2 വാല്യുവേഷൻ നടന്നിട്ടുണ്ട്. ഏതായാലും ഇത് സെല്ലിങ്ങിൻ്റെ അറ്റ്മോസ്റ്റ് ലെവലിലാണ് നിൽക്കണം. പിന്നെ റെഡി ക്യാഷ് ആയിട്ട് ആരെങ്കിലും വരണം. പിന്നെ വരുന്നതാണ് വെൻഡോ അറിയാമല്ലോ, അത്യാവശ്യം ഫോക്സ്വാഗൻ്റെ നല്ല പെർഫോമൻസ് മോഡൽ വരുന്ന വണ്ടിയാണ്. ഒരു 755 ആ ഒരു റേഞ്ചാണ് ചോദിക്കുന്നത്. 48,000 കിലോമീറ്റർ ഓടിയേക്കുന്നത്. 2018 മോഡൽ വണ്ടി. പിന്നെ ഇത് നമ്മുടെ ആൾട്ടോ LXi 62,000 കിലോമീറ്റർ ഓടിയേക്കുന്നത്. സെക്കൻഡ് ഓണർ വണ്ടി. നമുക്ക് പ്രൈസിങ് വന്നത് 175 ഫൈനൽ പറഞ്ഞേക്കുന്നത് 170. ഓക്കെ, അപ്പോൾ വണ്ടികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ വീഡിയോസ് എൻ്റെ ഫ്രണ്ട് ഫേസിലേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യാണ്. ഹോക്കറാസിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ അപ്ലോഡ് കാര്യങ്ങളെല്ലാം ഒരു വിർച്വൽ ഷോറൂം എന്നുള്ളൊരു കൺസെപ്റ്റ് മുന്നിൽ വെച്ച് കൊണ്ടിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അത് വീണ്ടും പറയണം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ അവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിനെ ഒക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോസ് കാര്യങ്ങളെല്ലാം.
നമ്മൾ 15 വർഷമായിട്ട് റെപ്യൂട്ടഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫേമാണ്. അപ്പോൾ ഫ്ലഡ് എഫക്റ്റഡോ അല്ലെന്നുണ്ടെങ്കിൽ മേജർ ആക്സിഡൻസോ ഉള്ള വണ്ടികൾ നമ്മൾ സെല്ല് ചെയ്യാറില്ല. അതേപോലെ കിലോമീറ്റർ ജെനുവിനിറ്റിയും നമ്മൾ നോക്കുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടും കാറ് വാങ്ങാൻ താല്പര്യപ്പെടുന്നവർ, അല്ലെങ്കിൽ നിലവിൽ നിങ്ങളുടെ കയ്യിൽ 2012 മോഡലിന് ശേഷമുള്ള 1 ലക്ഷം കിലോമീറ്റർ താഴെയുള്ള വണ്ടികളുണ്ടെങ്കിൽ അത് ഞങ്ങൾ എടുക്കാനും തയ്യാറാണ്. അപ്പോൾ എക്സ്ചേഞ്ച് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക പരമാവധി. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണും വരയ്ക്കും ഗുഡ് ബൈ.